വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നാട്ടുകാരെ ട്രേഡിംഗ് കോഴ്സ് വിറ്റ് പറ്റിക്കുന്ന കുറച്ച് ഗഡികളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡാക്കള് എന്ത് പറഞ്ഞിട്ടാണ് നാട്ടുകാരെ പറ്റിക്കണേന്നും അതേമാതിരി കോഴ്സിന് ഭയങ്കര ചാർജ് 50,000 60,000 ഒക്കെ ചാർജ് ഇടാൻ വേണ്ടി പറയുന്ന കാരണങ്ങളും അതൊക്കെ എങ്ങനെയാണ് ലോകം മണ്ടത്തരാവണമെന്നുള്ളതും അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് മണ്ടത്തരാവണമെന്നുള്ളത്. പിന്നെ ഈ ഡാക്കളുടെ ഒന്നും കോഴ്സ് മേടിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ട്രേഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിക്കാന്നുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സെറോദ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഫേക്ക് ആപ്പുകളെ കുറിച്ചിട്ട് ഈ പറഞ്ഞ ബിഗിനേഴ്സിന് അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ നമുക്കും ഒരു അവയർനെസ് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണേ. ഫേക്ക് ട്രേഡേഴ്സ് ഗുരൂസിനെ കോഴ്സ് വിറ്റ് ജീവിക്കുന്ന കിടികളെ കുറിച്ച് തന്നെ. അപ്പോൾ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാക്കള് കാരണം എൻ്റെ വീഡിയോയ്ക്ക് അടക്കം കമന്റ് ബോക്സിൽ വന്നിട്ട് കൊണയടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ട്രേഡിംഗ് കോഴ്സ് വിൽക്കാനല്ലേ ചെയ്യണേന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊണയടിക്കുന്നവർക്ക് ഞാൻ അതേമാതിരി തന്നെ കമന്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ. അപ്പോൾ ഇനി ഇവന്മാരെങ്ങനെയാണ് ഈ നാട്ടുകാരെ പറ്റിക്കണേന്നും അതേമാതിരി എന്തൊക്കെ കാരണങ്ങളാണ് ട്രേഡിംഗ് കോഴ്സിന് ഹൈ ചാർജ് ചെയ്യാനുള്ള കാരണം എന്ന് ഇവന്മാർ പറയുന്നുണ്ട്. പക്ക കോമഡിയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവര് ഭയങ്കര ട്രേഡേഴ്സ് ആവും. ദിവസം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടാകുന്ന ട്രേഡേഴ്സാണ്. പക്ഷെ നാട്ടുകാരെ സേവിക്കാനും നാട്ടുകാരും കൂടിയും പൈസക്കാരായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും പിന്നെ കുറെ ആൾക്കാർ ഇവിടെ ജോലി ഇല്ലാണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചൊരു സാമൂഹ്യ നന്മയുടെ പുറത്താണ് ഇവരൊക്കെ ട്രേഡിംഗ് കോഴ്സ് വിൽക്കണേ. പക്ഷെ ആ ട്രേഡിംഗ് കോഴ്സ് വിൽക്കുമ്പോൾ കുറച്ച് ഒരു 50,000 അല്ലെങ്കിൽ 60,000 രൂപ ഒക്കെ അവർ ചാർജ് ചെയ്യും. കാരണം ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ സംഭവം ഞങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്താണ് ഈ ട്രേഡിംഗ് കോഴ്സ് അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ പഠിപ്പിക്കണേ. അപ്പോൾ ആ ടൈമിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പൈസ ഈടാക്കണേന്നാണ്. പിന്നെ വേറൊരു കാരണം പറയാം, ഈ മില്യണേഴ്സിനും ബില്യണേഴ്സിനൊക്കെ 7 സ്ട്രീം ഓഫ് ഇൻകം ഉണ്ട്. അതേമാതിരി തന്നെയാണ് ഞങ്ങളുടെയും ഒരു ഇൻകം സ്ട്രീമാണ് ട്രേഡിംഗ് കോഴ്സ് വിൽക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറയണത് ഭയങ്കര സാഡ് സ്റ്റോറിയാണ്. ഈ പറഞ്ഞ മാതിരി സ്റ്റോക്ക് മാർക്കറ്റിൽ ഞങ്ങൾ 10-15 കൊല്ലം കഷ്ടപ്പെട്ട് ഒരു പൈസ ഉണ്ടാക്കാണ്ട് കടത്തിണ്ണയിലൊക്കെ കിടന്ന് ഉറങ്ങിയ അവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു അത്ഭുതത്തിൽ ഞങ്ങളെല്ലാം പഠിച്ചെടുത്ത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു മാജിക് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാരി കോഴ്സ് വിറ്റ് ഇത്രയും ലാർജ് എമൗണ്ടിലൊക്കെ നല്ല 50,000 60,000 ഒരു കോഴ്സ് വിൽക്കണേ. അപ്പൊ ഇതൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ നാട്ടുകാരെ സേവിക്കാനാണ് ഈ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് യൂട്യൂബിൽ ഇട്ടൂടെ? യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നാട്ടുകാർക്ക് കണ്ട് ഈ പരിപാടി പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്കാണെങ്കിൽ യൂട്യൂബ് പൈസയും തന്നോളൂ. ഇനി അതിൻ്റെ ഇടയിൽ വല്ല പ്രൊമോഷൻ അതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടായിക്കോ. അത് നാട്ടുകാരെ പറ്റിക്കണ പ്രൊമോഷൻ ചെയ്തിട്ട് കാര്യമില്ല. വല്ല നല്ല കാര്യങ്ങളോ വല്ല ബ്രോക്കറിൻ്റെ ഒക്കെ ചെയ്തോ, പ്രശ്നമല്ല. ഇനി വീഡിയോ ഇട്ടിട്ട് പൈസ കുറവാണെങ്കിൽ ലൈവ് ചെയ്തോ, ലൈവായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ. അപ്പോൾ ആ സംഭവം പഠിച്ച് വല്ലവരും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവര് ലൈവില് സൂപ്പർ ചാറ്റ് വഴി നിങ്ങൾക്ക് പൈസ തന്നോളൂല്ലോ. അപ്പൊ പിന്നെ നാട്ടുകാർക്ക് സുഖമായിട്ട് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങും പഠിക്കാൻ നിങ്ങൾക്കും പൈസ കിട്ടും, 2 പേർക്കും സന്തോഷമാവും. അപ്പോൾ അതെന്താണ് പലവരും ചെയ്യാത്തതെന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരു ട്രേഡിംഗ് കോഴ്സ് വിൽക്കാൻ തന്നെ എളുപ്പ പരിപാടിയൊന്നുമല്ല. ഒരു വെബ്സൈറ്റ് വേണം, പിന്നെ അതിന് കുറെ നൂലാമാല പേയ്മെന്റ് ഗേറ്റ്വേ അത് ഇത് എന്തൊക്കെ വള്ളിക്കെട്ടാണെന്ന് അറിയൂ. അതിനാന്നല്ലേ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലിട്ടുണ്ടല്ലേ. യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ മിക്ക ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവർ ഇതിലെ കോഴ്സ് വീഡിയോ ഇടുന്നില്ല, എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കോഴ്സ് വീഡിയോ ഇടുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് അവരുടെ കുറച്ചും കൂടി നല്ല കാര്യമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രീ ആയിട്ട് ഈ സംഭവം കൊടുത്താൽ ആൾക്കാർ പഠിക്കില്ല. കാരണം പൈസ മേടിച്ചിട്ട് അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പഠിക്കുന്നതാണ് പല ആൾക്കാരും പറയണേ. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം, പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ പഠിക്കാം. ഫ്രീ ആയിട്ടോ പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്ക് തന്നെ ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ട് പഠിക്കാത്ത ഡാക്കളുണ്ട്. അപ്പോഴാണോ നിങ്ങളൊരു ട്രേഡിംഗ് കോഴ്സ് പൈസ മേടിച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുമെന്ന് പറയണേ? ഒക്കെ ലോകം മണ്ടത്തരം തന്നെ ഞാൻ പറയാറുള്ളൂ. പിന്നെ വേറെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയണത് ഈ പറഞ്ഞ മാതിരി ട്രേഡിംഗ് കോഴ്സൊക്കെ വിറ്റ് മേടിച്ച ആൾക്കാർക്ക് മര്യാദക്ക് ട്രേഡ് ചെയ്ത് പൈസ ഒന്നും കിട്ടണില്ല. കാരണം ഇവന്മാര് ബേസിക് സാധനം തന്നെ പഠിപ്പിക്കുള്ളൂ. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടണ എന്ത് സാധനമാണോ അത് തന്നെയാണ് ട്രേഡിംഗ് കോഴ്സിലും പഠിപ്പിക്കുള്ളൂ.
അതിൻ്റെ അപ്പുറത്ത് എന്താ പഠിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അവർ പറയും ഞങ്ങളുടെ കോഴ്സ് മേടിച്ച് കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾക്ക് ഇത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട്, ആ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ നിങ്ങൾ കോഴ്സിലൂടെ തരാൻ പോണേ, അതുകൊണ്ട് നിങ്ങളുടെ ലേണിംഗ് കർവ് കുറയുന്നൊക്കെയാണ് അവർ പറയണേ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേണിംഗ് കർവ് കുറയുകയാണെങ്കിൽ പോലും നിങ്ങൾ ട്രേഡിങ്ങിൽ മെയിനായിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലെ എല്ലാ സ്ട്രാറ്റജിയും ആണ് നിങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കണേന്ന് വെച്ചാൽ അത് ഇവിടെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കിട്ടും. അതിന് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് പറഞ്ഞു കൊടുക്കണേന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോനും അതായത് നിങ്ങളുടെ സൈക്കോളജിക്കൊക്കെ അനുസരിച്ചുള്ള സംഭവം ട്രേഡിംഗ് കോഴ്സ് വിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയണേ. അപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കോഴ്സ് വിൽക്കുകയാണ്. അപ്പം ഞാൻ എന്താ വിൽക്കുക? ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പാണ് ഞാൻ വിൽക്കുക. പക്ഷെ ആ ട്രേഡിംഗ് സെറ്റപ്പ് എൻ്റെ സൈക്കോളജിക്കും എൻ്റെ ഇമോഷൻസിനും എൻ്റെ ക്യാപിറ്റലിനും എൻ്റെ റിസ്ക് റിവാർഡിനൊക്കെ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയ സെറ്റപ്പ് ആയിരിക്കും. അത് കൊണ്ടുപോയിട്ട് വേറൊരാളോട് ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു നിർബന്ധവും. ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഒരു 10 ആൾക്ക് പഠിപ്പിച്ചാൽ അത് പഠിച്ച ഒരു 2-3 ആൾക്കോ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ഒരാൾക്കും പറ്റില്ല. കാരണം അവരുടെ ഇമോഷൻസും അവരുടെ സൈക്കോളജിയൊക്കെ വേറെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയോ പല രീതിയിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒരേ രീതിയിലാണോ ട്രേഡ് ചെയ്യണത്? അല്ല. കാരണം എന്താ? അവർക്ക് അവരുടേതായ ഇമോഷൻസിനും അതിനൊക്കെ അനുസരിച്ചാണ് അവർ ട്രേഡ് ചെയ്യുക. പലർക്കും ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലർക്ക് ഓപ്ഷൻ ബൈ ചെയ്യാനേ പറ്റുന്നുണ്ടാവുള്ളൂ, ചിലർക്ക് ഓപ്ഷൻ സെല് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, ചിലർക്ക് സിം ട്രേഡാ പറ്റുള്ളൂ, ചിലർക്ക് സ്റ്റോക്കിൽ ഇൻട്രാഡേ പറ്റുള്ളൂ. അതന്നെ പല രീതിയിലാവും. ചിലർ സപ്പോർട്ടും റെസിസ്റ്റൻസ് ആവും, ചിലർ ട്രെൻഡ് ലൈൻ അനുസരിച്ചാവും ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കോഴ്സ് വിൽക്കണ ആൾക്ക് ഇത് അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ എന്ന് അറിയില്ല. അറിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യണേന്ന് വെച്ചാൽ ഈ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴി ചെയ്തോ അറിഞ്ഞിട്ടാണെങ്കിൽ പോലും. കാരണം ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ പോലും ഞാൻ ട്രേഡിംഗ് രീതി എൻ്റെ പറഞ്ഞാൽ പോലും അത് പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം അവർ ഇമോഷൻസിനും അതിനൊന്നും അനുസരിച്ചായിരിക്കില്ല അത്. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് വേണമെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് നിങ്ങളുടേതായ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിന് ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ വേണ്ടി ഈ കോഴ്സ് മേടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവർ മെയിനായിട്ട് കോഴ്സിന് 50,000-60,000 രൂപയൊക്കെ മേടിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ലോകം മണ്ടത്തരാണ്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് സത്യത്തിൽ ഒരു ഗ്യാമ്പിളിങ് തന്നെയാണ് എന്നാണ് ഞാൻ പറയുള്ളൂ. 50,000-60,000 രൂപ കൊടുത്തൊന്നും കോഴ്സ് പഠിക്കാമെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ എന്നെ ട്രേഡിങ് പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ്. പിന്നെ എല്ലാ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി ട്രേഡ് തന്നെ ചെയ്യണം. എത്ര കോഴ്സ് പഠിച്ചാലും ട്രേഡ് എടുക്കാനും ഇതിനൊക്കെ നമ്മൾ സൈക്കോളജിക്കലി റെഡി അല്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വന്ന് ഇറങ്ങാൻ പറ്റണില്ല എന്നൊക്കെ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് എടുത്തിട്ട് പോലും നമ്മുടെ പൈസ പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാനും അത് ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യാനുള്ളതൊക്കെ. അതിനിപ്പോൾ കോഴ്സ് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളൊരു കറക്റ്റായിട്ട് ഒരു സെറ്റപ്പ് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്താൽ മതി കുറച്ച് കാലം, അത് തന്നെ നിങ്ങൾക്ക് പഠിച്ചോളൂ. അപ്പോൾ എന്നോട് നിങ്ങൾ ആരെങ്കിലും ട്രേഡിംഗ് കോഴ്സ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല. കാരണം എന്തിനാ നമ്മൾ നാട്ടുകാരെ പറ്റിയണേ? ഞാൻ ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഈ പറഞ്ഞ മാതിരി വീഡിയോ ആയിട്ട് ഇടുള്ളൂ യൂട്യൂബിൽ. ഇപ്പം ഞാൻ തന്നെ പല വീഡിയോസ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എനിക്ക് പൈസ ആൾക്കാരിൽ നിന്ന് മേടിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് പൈസ തന്നോളൂ. അപ്പോൾ അതിന് വേണ്ടി നാട്ടുകാർ 50,000-60,000 ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും കുറച്ച് കാലം കഴിയുമ്പോൾ കാണാത്തതും ഈ പറഞ്ഞ മാതിരി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് ടിപ്പ് വിറ്റ് നാട്ടുകാരെ പറ്റിക്കലായിരുന്നു. ഇപ്പം അത് കോഴ്സ് വിറ്റിട്ടായി. ഒരു വ്യത്യാസം തന്നെയുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിൽ ആൾക്കാരെ പൈസ ചൂണ്ടാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അതേമാതിരി തന്നെ. അപ്പോൾ ഇനി ഈ ഡാക്കളുടെ കോഴ്സ് ഒന്നും മേടിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബ് ഒരു നല്ല റിസോഴ്സാണ്. നല്ല അടിപൊളി ചാനൽസ് ഉണ്ട്, പല ചാനൽസ് ഉണ്ട്. അതേമാതിരി തന്നെ അത് കഴിഞ്ഞ ഏറ്റവും അടിപൊളി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സെറോദയുടെ വാൾസിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം അവരെ ടെക്സ്റ്റിലുള്ള വായിച്ച് പഠിക്കാനുള്ള സംഭവമാണ്, അത് ആപ്പും ഉണ്ട്. പക്ഷെ ഇപ്പോൾ വീഡിയോ സീരീസ് ഇറക്കി തുടങ്ങിയതുകൊണ്ട് അവർ ഇപ്പോൾ ഷാരിഖ് ഷംസുദ്ദീൻ സാർ അടക്കം വാൾസിറ്റി നോക്കിയിട്ടാണ് ക്ലാസ്സുകൾ പറഞ്ഞതെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു സംഭവം അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പിന്നെ ഇത്രയും സെറോദ എന്ന് തന്നെ അറിയാമല്ലോ, നമ്പർ 1 ബ്രോക്കറാണ്. അവരുണ്ടാക്കിയ
സംഭവമാണ് വാൾസിറ്റി നോക്കി പഠിച്ച കുറേ പേരുണ്ട്. നന്നായിട്ട് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആണ് ട്രേഡ് ചെയ്യാൻ, ഇൻവെസ്റ്റ്മെന്റിനൊക്കെ അത്രയും നല്ല പാഷനേറ്റ് ആളാണെങ്കിൽ നിങ്ങൾ എത്ര ആണെങ്കിൽ കഷ്ടപ്പെട്ടാലും പഠിക്കും. അല്ലാണ്ട് ഒരു കോഴ്സ് എടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി ട്രേഡർ ആവാൻ നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് എടുത്ത എല്ലാവരും എഞ്ചിനീയർ ആവുണ്ട് അതേമാതിരി തന്നെ. അപ്പോ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഈ പറഞ്ഞ മാതിരി ഡാക്കള് കോഴ്സൊക്കെ വിൽക്കും. അതില് എടുത്ത് പൈസ കളയണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഫ്രീ ആയിട്ട് പഠിച്ച് അടിപൊളി ട്രേഡർ ആവാനുള്ള എല്ലാ റിസോഴ്സസും ഇന്ന് നമ്മുടെ ഇന്റർനെറ്റിലുണ്ട്, യൂട്യൂബും വാർസിറ്റിയൊക്കെ ആയിട്ട്. അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ വെറുതെ പോയിട്ട് 50,000 60,000 ഒക്കെ കളയണേക്കാൾ നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5,000 മാർക്കിലിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ചോ. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അത് ആ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി ഇപ്പോൾ ട്രേഡിംഗ് കോഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ ബിഗിനേഴ്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അവർ വെറുതെ കോഴ്സ് മേടിച്ച് പറ്റിക്കപ്പെടണ്ടല്ലോ. അപ്പോൾ ഇതേമാതിരി കൂടുതൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.